കത്തോലിക്കാ സഭയിലെ അവസാനത്തെ 10 പോപ്പുകൾ ഇതാണ്. കത്തോലിക്കാ സഭയിലെ അവസാനത്തെ 10 പോപ്പുകൾ ഇതാണ്. പോപ്പ് എന്ന പദം പ്രധാനമായും റോമിലെ ബിഷപ്പിനെയും ലോകമെമ്പാടുമുള്ള കത്തോലിക്കാ സഭയുടെ ആത്മീയ നേതാവിനെയും സൂചിപ്പിക്കുന്നു. പരമ്പരാഗതമായി ആദ്യത്തെ പോപ്പായി കണക്കാക്കപ്പെടുന്ന വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി പോപ്പിനെ കണക്കാക്കുന്നു. ക്രിസ്തുമതത്തിൽ, പ്രത്യേകിച്ച് റോമൻ കത്തോലിക്കാ സഭയിൽ പാപ്പസി ഒരു പ്രധാന സ്ഥാപനമാണ്. കൂടാതെ പോപ്പിന് മതപരവും ധാർമ്മികവും രാഷ്ട്രീയവുമായ ഗണ്യമായ സ്വാധീനമുണ്ട്. സഭയുടെ പഠിപ്പിക്കലുകളെ നയിക്കുക, ഉപദേശപരമായ തീരുമാനങ്ങൾ എടുക്കുക, ബിഷപ്പുമാരെ നിയമിക്കുക, മതാന്തര നയതന്ത്ര ബന്ധങ്ങളിൽ കത്തോലിക്കാ സഭയെ പ്രതിനിധീകരിക്കുക എന്നിവയ്ക്ക് പോപ്പ് ഉത്തരവാദിയാണ്. 1890-ൽ ഒന്നാം വത്തിക്കാൻ കൗൺസിൽ നിർവചിച്ചതുപോലെ, വിശ്വാസത്തിന്റെയും ധാർമ്മികതയുടെയും കാര്യങ്ങളിൽ തെറ്റില്ലാത്തതുപോലുള്ള പ്രത്യേക സവിശേഷതകളുമായി ഈ സ്ഥാനം പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. മതപരമായ പ്രാധാന്യത്തിനു പുറമേ ആഗോളതലത്തിൽ സമാധാനം, നീതി, മനുഷ്യാവകാശങ്ങൾ എന്നിവയ്ക്കായി വാദിച്ചുകൊണ്ട് സാമൂഹികവും രാഷ്ട്രീയവുമായ വിഷയങ്ങളിൽ പോപ്പ് പലപ്പോഴും പങ്കുവഹിക്കുന്നു.